തെയ്യ തെയ് 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 തെയ്യ തെയ്. ചൈനോ എന്തോ കരിഞ്ഞു നടന്നല്ലോ. നീ അടുക്കള ഗ്യാസ് ഓഫ് ചെയ്തില്ലേ? നിങ്ങൾ വെറുതെ തോന്നിയതാ. അവിടെ ഇന്നൊരു മണവുമില്ല. നിങ്ങളത് നോക്കിയതേ. ഇതാ മൂക്ക് ക്ലാസിക്കൽ താല്പര്യമില്ലാത്തത്. ഓഫീസ് വന്നിട്ട് നേരം എത്രേ? ഇതുവരെ ഒന്ന് കുളിക്കോ ഡ്രസ് മാറും ഒന്നും കേട്ടില്ല. അധികം ഒന്നേ മൂക്ക് എത്ര നേരം വിശക്കുന്നറിയോ? യെസ്, ഐജി റഷീദ് ഖാൻ ഹിയർ. സാർ, കമ്പ്യൂട്ടർ സെല്ലിൽ നിന്നാണ്. ഇന്റർപോളിൽ നിന്ന് ടോപ്പ് പ്രയോറിറ്റി മെസ്സേജ് ഉണ്ട്. പറയൂ. നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിലാ. എന്റെ പീസിലേക്ക് ഫീഡ് ചെയ്യൂ. സാർ, ഐജി ഹിയർ. ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ ഉണ്ട്. കം പ്രിപ്പയർ ഫോർ എനി എവൻച്വാലിറ്റി. യാ, സ്ട്രേറ്റ് ടു ചെറിയതുറ. ഓക്കെ? ഇപ്പൊ ഇങ്ങ് വന്ന് കയറിയില്ലേ ഉള്ളൂ. പോയിട്ട് അത്യാവശ്യമുണ്ട്. ഉടനെ വരൂ. എന്താ മോളെ? ഡാഡി വന്നിട്ട് മോള് കഴിക്കൂ. വളരെ ശരി. Hurry up and be careful. Try to get all close. Hands up! Yeah. Congratulations. Bring them immediately. Okay? Any more developments? This is a vulnerable spot. ഈ ഭാഗം മാഫിയയ്ക്ക് സീൽ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെ കണ്ണു വെട്ടിച്ച് കള്ളക്കടത്ത് നടത്താം. അപ്പൊ ഈ സ്ട്രാറ്റജിക് പോയിന്റ് ലക്ഷ്യമാക്കി വേണം ഇനി നമ്മുടെ മൂവ്മെന്റ്സ്. എന്നാലേ ഈ സംഘത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ വലയിൽ വീഴും. Come on, hurry up. Who is behind this? Tell me. You bloody rascal, tell me! Then you tell me. I don't know. I don't know anything. പറയടാ പന്ന കഴിവട മോനെ, ആരടാ ഇവന്റെ കാലുകള്? എനിക്കറിയില്ല സാർ. അറിയില്ല സാർ. ഇവര് സമുദ്ര ഗവേഷകരാ. ഏത് രാജ്യത്തിന്റെ ചാരന്മാരാടാ ഇവന്മാര്? ഞാൻ പറയിക്കാം സാർ. വേണ്ട, ഇവന്മാര് പറയില്ല. ട്രെയിൻഡ് ജാവേറ.
ചത്താലും നേതാക്കന്മാരെ തള്ളി പറയില്ല. Search every nook and corner. Sir. Sir. എവിടെ ആക്ടർ? മുകളിലുണ്ട്. ആരെ ഭായ് സാബ്, എന്താ വിശേഷം? മകൾക്ക് കല്യാണമോ, കുഞ്ഞിന് നൂലുകെട്ടോ, അമ്മയുടെ ചാക്കാലയോ, അങ്ങനെ എന്തെങ്കിലും? 5 നേരം നിസ്കരിക്കുമല്ലേ? ജരൂർ ജരൂർ. നോമ്പ് സക്കാത്തും ഒക്കെ ഉണ്ട്. പിന്നെ സക്കാത്ത് എന്ന് പറയുന്ന ഒരു ലോക സേവനമല്ലേ? ലോകസേവകന് എനിക്ക് കുറച്ച് സമയത്തേക്ക് കസ്റ്റഡി വേണം. സാർ, ഇത് കണ്ടോ സാർ? ഇനി ഒരിക്കലാവാം. ഇല്ല, താൻ ഇന്ന് വരും, തന്നെ കൊണ്ട ഞാൻ ഇവിടുന്ന് പോകും. കുട്ടികളെ പോലെ വാശി പിടിക്കാതെ. അക്തർ ബായിക്ക് ചിലപ്പോൾ ചില കുസൃതികൾ തോന്നും. നിന്റെ ഉപ്പുപ്പാടെ കുസൃതി. നടക്കാം. സർ, 3-4 ഫ്ലോപ്പി ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. റിലവന്റ് ആയിട്ടൊരു മാപ്പും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കീപ് ഇറ്റ് വിത്ത് യു. സർ. കം ഓൺ. നിർത്ത്. എന്താടോ ഇത്? ക്ഷൗരക്കാരൻ ക്ഷൗരം ചെയ്താ മതി. ബൈ, ഇയാൾ ചെയ്ത വൃത്തികേടിന് ഞാൻ മാപ്പി ചോദിക്കുന്നു. മേലിങ്ങനെ ഉണ്ടാവില്ല. സാർ, ഇത് സമുദ്ര ഗവേഷണം എന്ന പേര് ചാരപ്പണിയാണ്. ഇയാളെ കൊണ്ടുപോയാൽ തന്റെ തലയിൽ ഈ തൊപ്പി കാണില്ല. ഐ ഡോണ്ട് കെയർ സർ. അയാളെ ജീപ്പിക്കാരോ? എടോ ഐ ജി. മിനിസ്റ്റർ, വെയില് കൊള്ളാതിരിക്കാനല്ല ഈ തൊപ്പി തലയെ വെച്ചിരിക്കുന്നത്. അതുപോലെ നാട് ചുട്ടരിക്കുന്നവന്റെ പൃഷ്ഠം താങ്ങാനുള്ളതല്ല മന്ത്രിപദം. കുറച്ച് വലിയ പോസ്റ്റാ, അത് മനസ്സിലാക്കണം. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞോ? നിക്കർ മാത്രം മതി. കൂടുതൽ വേണം തൂങ്ങിച്ചെത്താലോ. സാർ, അക്തർ ഭായിക്ക് ഒരു പരിഗണന. എന്തിന്? ഇയാൾക്ക് സ്വർണം കെട്ടിയിട്ടുണ്ടോ? എനിക്ക് 2 കുട്ടികളുള്ളതാ സാർ. ഇവന്മാര് കുറ്റവാളികളുടെ മുമ്പിൽ പോലീസിന്റെ നട്ടല് വാഴപ്പണ്ടിയാകരുത്. തുറക്കടോ. അഴിച്ചു മാറ്റ. അഴിച്ചു മാറ്റ. ഏ ബേബ്കോ, ഏ യാദ് രഖോ, ഇതൊന്നും എന്റെ മോൻ ഇക്രാം അറിയരുത്. അവൻ എന്നെ പോലെയല്ല. അവൻ തീരെ ക്ഷമയില്ലാത്തവനാ. ഓരോ
വീട്ടിലേക്ക് പോവാം. മോളെ എന്നെ ഡ്രൈവർ അങ്ങൾ കൊണ്ടുവിടും. ഡാഡിക്ക് ഒരുപാട് ജോലി ഉണ്ട്, ഇത് കണ്ടില്ലേ? ഇല്ല, മോള് ഡാഡിയുടെ കൂടെ വരുന്നുള്ളൂ. സാർ ഫോൺ. യെസ്, സ്പീക്കിംഗ്. ഗുഡ് ഈവനിങ്. ഇക്രാം മുഹമ്മദ് ഭായ്. എന്ത് വേണം? സാറിന്റെ ജീവൻ. ആഹാ, ഇപ്പോഴല്ല, പിന്നെ നിന്റെ എല്ലാ വേരുകളും അറുത്തു മാറ്റിയിട്ട് അവസാനത്തെ ഊഴം നിനക്ക് തരും. ദൈവത്തെക്കാളും ഞാൻ ആരാധിക്കുന്ന എന്റെ ഉപ്പയെ നീ ലോക്കപ്പിലിട്ടു. വലിയ ധൈര്യശാലി. പക്ഷേ ഒരു ചെറിയ ബോംബിന്റെ അലർച്ച പോലും താങ്ങാനുള്ള കരുത്ത് നിനക്കില്ല. എന്താ സംശയം തോന്നുന്നുണ്ടോ? വീട്ടിലെത്തിയാൽ നിന്റെ എല്ലാ സംശയങ്ങളും മാറും. ഏത് നല്ല കാര്യവും വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടേ മൈ ഡിയർ ഐ ജി സാബ്. നമസ്കാരം. ക്ഷമിക്കണം, ഇന്നാ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ഡൽഹിയിലായിരുന്നു. ഒരു മുഖ്യമന്ത്രിയായാലുള്ള പ്രശ്നങ്ങളെ മറ്റേ ഡയറിയിൽ എന്റെ പേരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഉയരും വാരിപ്പിടിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു. എന്റെ ഭാഗ്യത്തിന് ആ പേജ് ആരോ കീറിക്കളഞ്ഞു. ഇല്ലെങ്കിൽ ഞാനകത്തായനെ. ആ പണ്ടൊക്കെ ജയിലിൽ കിടന്നതിന് പിന്നെയാ മന്ത്രിയാകണത്. ഇപ്പോ മന്ത്രിയായാൽ ഉടനെ പിടിച്ച് ജയിലിനകത്താക്കും. ഇങ്ങനെ പോയാൽ മന്ത്രിയാകാൻ ആരെയും കിട്ടുമോ? ഇരുന്നാട്ടെ. ഓ പാവം കുട്ടി, അകാലത്തിലെ അമ്മ മരിച്ചല്ലോ. എല്ലാ കോൺഫറൻസുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രതികളിൽ നിന്നും പിടിക്കുന്ന സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന്. അന്നത് കേട്ടില്ല. ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. റഷീദ് ഖാന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയാം. ഇനി കുറച്ചു കാലം വിശ്രമിക്കണം. ഈ കുട്ടിയുടെ കാര്യം നോക്കാൻ വേറെ ആരാ? അതുകൊണ്ട് ജയിലിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അല്ല, അവിടെ ആകുമ്പോ ഇന്ത്യൻസ് പോലെ തലവേദനയില്ല, ടെൻഷനും കുറയും. പിന്നെ ഐക്യമുന്നണി ആകുമ്പോ എനിക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. മറ്റൊന്നും തോന്നരുത്. റഷീദ് ഖാന്റെ ദുഃഖത്തിൽ ഞാനും ഖേദിക്കുന്നു എന്ന് എഴുതിക്കൊള്ളൂ. ഇങ്ങനൊരു മുഖാമുഖം ഓർഗനൈസ് ചെയ്ത പ്രസ് ക്ലബിന്റെ ഭാരവാഹികളോട് എനിക്ക് പ്രത്യേകിച്ച് നന്ദിയും കടപ്പാടുമുണ്ട്. ഇനി നമുക്ക് ആരംഭിക്കാം. സർ, ഐ ജി റഷീദ് ഖാനെ ജയിലിലേക്ക് പെട്ടെന്ന് സ്ഥലം മാറ്റിയതിന് പിന്നിൽ ചില ഒഫീഷ്യൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പരാതിയുണ്ടല്ലോ. എന്നാര് പറഞ്ഞു? ഞങ്ങൾ പത്രക്കാർ സോഴ്സ് വെളിപ്പെടുത്താറില്ല. ഗുഡ്. ഞങ്ങൾ പോലീസുകാരും ഔദ്യോഗിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താറില്ല. റഷീദ് ഖാനെ ജയിലിലേക്ക് മാറ്റാൻ നടത്തിയ നെറുകെട്ട ഗൂഢാലോചന ഔദ്യോഗിക രഹസ്യമാണെന്നാണോ ഐ ജി പറയുന്നത്? എന്നല്ല, പിന്നെ പത്രക്കാരാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും ചോദിക്കരുത്. ഐ ജിക്ക് തോന്നിയതുപോലെ സംസാരിക്കാനും മെക്കെട്ട് കയറാനും ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, പ്രസ് ക്ലബാണ്. പത്രങ്ങളെ കയ്യിലെടുക്കാനുള്ള ഐ ജിയുടെ ഗൂഢതന്ത്രമല്ലേ ഈ പ്രസ് മീറ്റ്? ഓഹോ, അതെനിക്ക് മനസ്സിലായില്ല. മിസ്റ്റർ ഐ ജി, നിങ്ങൾക്ക് മനസ്സിലാവാത്തത് പലതും ഞങ്ങൾ ഈ പേന കയ്യിലിരിക്കുന്നവർക്ക് മനസ്സിലാവും. ഡോണ്ട് ട്രൈ ടു ഫൂൾ us. ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല.
വെരി സോറി. ഡാഡി, how was my performance? എടി പത്രക്കാരി ഇടിച്ചാൻ ഷേപ്പ് മാറ്റികളെ കേട്ടോ. അപ്പന്റെ തന്നെ തന്നെ പതിനടിച്ച് പഠിക്കണമല്ലേ? It's my profession, Daddy. കീപ് ഇറ്റ് അപ്പ്. Thank you. Daddy, ഒരു ലിഫ്റ്റ്. പോലീസ് വേണ്ടി പത്രക്കാരെ കേട്ടത്തില്ല. വേഗം റെഡിയാവണം. ആ വേഗം വേഗം. മുസ്തഫ, യവന്മാരെല്ലാവരും വേഗം കൊണ്ടുപോകും. പുതിയ ഐ ജി അദ്ദേഹം വരുന്ന ദിവസമായി ഇന്ന്. എല്ലായിടവും പരിശോധിക്കും. വളരെ ക്ലീൻ ആയിരിക്കണം. വേഗം വേഗം. ആള് വലിയ കണിച്ചക്കാരനാ. വേഗം ആട്ടോ. ഗുഡ് മോർണിംഗ് സർ. ഇതാര്? ഐഷ മോളോ? അങ്കിളിനോട് മോള് പിണക്കുവാ. എന്താ മോളെ കാരണം? ഓടുന്ന കാറ് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങിച്ചോണ്ട് വരാത്ത? അയ്യോ, അങ്കിള് മറന്നുപോയി മോളെ. നാളെ വാങ്ങിക്കൊണ്ടുവരാം. എല്ലാരും ഇങ്ങനെയാ മറന്നു പോകും. ഡാഡിയും മമ്മിയും മറന്നെന്ന് പറയും. മമ്മിയാണെ കാണുന്നേ ഇല്ല. ഒരു അങ്കിൾ പറയാ മമ്മി മരിച്ചെന്ന്. മരിച്ചാ പിന്നെ എന്നാ വരിക? വീട് ഞാൻ പോയി കളിക്കട്ടെ. മോളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം സാർ. അവൾ ഇനി ഒരു നിഴല് പോലെ എന്നോടൊപ്പം ഉണ്ടാവും. മോൾക്ക് എന്തുകൊണ്ട് സുരക്ഷിതമായിരിക്കും ഇവിടം? പക്ഷെ ഇത് ജയിലാണ് മിസ്റ്റർ നാരായണൻ. കുറ്റം ചെയ്യുന്നവരെ പൂട്ടിയിടുന്ന സ്ഥലം. ഒരു കുറ്റവും ചെയ്യാതെ ഈ ചെറുപ്രായത്തിലെ ജയിലിൽ വളരാനാ എന്റെ മോടവിധി. ഒരു പക തരോ? തരോന്ന് കണ്ണൂരായിരുന്നപ്പോഴാ ശരിക്കും കഷ്ടപ്പെട്ടു പോയത്. ഒരു ബീഡി പോലും വലിക്കാൻ കിട്ടില്ല. ഇച്ചായ കണ്ണൂർ കടന്നുണ്ടോ? ഇല്ല. പിയൂരോ? ഞാൻ പണ്ട് തൃക്കട്ടൂർ ഭഗവതിയെ പൊക്കിയ കേസിലാ കണ്ണൂർ കടന്നത്. പിന്നെ കുഴിക്കാട്ടിശ്ശേരി അമ്മേനെ പൊക്കിയ കേസിൽ വീരൊരു 3 വർഷം. ഇവിടെ പാദ്യ നമ്മുടെ ആ നടുവിലെക്കാട്ട് അപ്പനെ പൊക്കിയ കേസേ. നീ എന്തിനാ വല്ലവരുടെ അപ്പനെ പൊക്കുന്നത്? വല്ലവരുടെ അപ്പനല്ല, എല്ലാവരുടെ അപ്പനാ. ഈ പുള്ളിക്കാരന്റെ റിലേറ്റീവാ. അമ്പലത്തിൽ നിന്ന് മാത്രമേ പൊക്കത്തുള്ളൂ, വേറെ സ്ഥലങ്ങളൊന്നുമില്ലേ? എന്റെ പൊന്നിച്ചായ, അവിടെ പൊക്കാനാണ് കൂടുതൽ സൗകര്യം. അതുകൊണ്ട് അവിടെ പൊക്കി. എന്റെ പൊക്കിയല് വിരോധമുണ്ടോ? അല്ല അതൊക്കെ പോട്ടെ, ഇച്ചായന് എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടു? നാട്ടിൽ നിലയും വിലയുള്ള മാന്യന്മാർ ഓരോന്ന് ചെയ്തു വിട്ടിട്ട് എന്നോട് അതങ്ങ് ഏൽക്കാൻ പറയും. നല്ല വിലയ്ക്ക് ഞാൻ അതങ്ങ് ഏൽക്കുകയും ചെയ്യും. എന്നെ പേടിച്ചാരും സാക്ഷി പറയാൻ വരാത്തതുണ്ട്, കേസ് അങ്ങ് തള്ളും. പക്ഷേ ഇടയ്ക്കൊരു തിരിച്ചടി കിട്ടി. ചെറിയൊരു കശപിശയെന്ന് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നീട് അറിഞ്ഞത് ഒരു കിളവനെയും കിളയും വെട്ടിയ കേസാണെന്ന്. അങ്ങനെ കിട്ടിയ 8 കൊല്ലം. ഭാഗ്യവാൻ. അല്ലാണ്ട് എന്താ പറയാ? ഇച്ചായ, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. വിഗ്രഹങ്ങൾ കൂടെ ഉള്ളപ്പോ നമ്മൾക്ക് പേടിക്കണോ? സാർ, ഇതാണ് 4ാം കെട്ട്. ഇതാണ് ബ്രിട്ടോ, 4ാം കെട്ടിലെ മേസ്തിരി. ഇത് തോമ, ദേവസ്വം ബോർഡ് തോമ എന്ന ഓമന പേര്. ലേശം ഭക്തി കൂടുതലാ. അർദ്ധരാത്രിക്ക് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കല് ഇവന്റെ ഒരു വീക്ക്നെസ്സാ. ബ്രൗൺ ഷുഗർ കടത്തിയെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്ത കടലുണ്ടി ഖാദറിനെ മാരകമാം വിധം പീഡിപ്പിച്ച് കൊല്ലുകയും ലോക്കപ്പ് മുറിയിൽ കെട്ടിത്തൂക്കുകയും ചെയ്ത പ്രതി പോലീസ് സബ് ഇൻസ്പെക്ടർ രാമഭദ്രൻ മനഃപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പൈശാചികമായി കൊല നടത്തിയതാണെന്ന് കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. നിയമപാലകൻ തന്നെ നിയമം ലംഘിച്ച അപൂർവമായ കേസായതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതിയെ മരിക്കുന്നതുവരെ തൂക്കിലിടാൻ ഈ കോടതി ഉത്തരവാകുന്നു.
മിസ്റ്റർ രാമഭദ്രൻ പറയൂ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? IPS എന്ന 3 അക്ഷരം കൂട്ടിക്കൊടുപ്പിന്റെ ബ്രാൻഡ് ലേബലാക്കി മാറ്റിയ ആണും പെണ്ണും കേട്ട നിന്റെ തന്തയുണ്ടല്ലോ ജോർജ് വർഗീസ്, അവന്റെ പിണ്ണം വെക്കാൻ തൂക്കിലേറും മുമ്പ് ഞാനത് ചെയ്തിരിക്കും. ഹായ്. ഗുഡ് മോർണിംഗ് സർ. ഹലോ നീന, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. രാമഭദ്രന് വധശിക്ഷ വാങ്ങിക്കൊടുത്തതിന്റെ മുഴുവൻ ക്രെഡിറ്റും നീനയ്ക്ക് അവകാശപ്പെട്ടാണ്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന തൂങ്ങിമരണത്തിൽ കലാശിക്കേണ്ട ഒരു ലോകവധം ഇത്രയേറെ ജനകീയ പ്രശ്നമാക്കി മാറ്റിയത് നീനയുടെ മാത്രം കഴിവാ. പക്ഷേ ഇതിവിടം കൊണ്ട് നിർത്തിക്കളയരുത്. അപ്പീലും ദയാഹർജിയും കൊണ്ട് അയാൾ രക്ഷപ്പെടരുത്. വധശിക്ഷയുടെ റിപ്പോർട്ട് കൊടുക്കുമ്പോ അതോട് ചേർക്കാം സർ. അതുപോരാ, നമ്മുടെ പത്രം വളരെ ഹൈലൈറ്റ് ചെയ്ത കേസാണിത്. റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു പുതുമ വേണം. അയാളുടെ അമ്മ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്. വീട് കത്തിപ്പോയ ശേഷം ഓൾഡേജ് ഹോമിലാ. അവരെ ചെന്ന് കാണണം. എന്നിട്ട് പെറ്റതള്ളയുടെ കണ്ണീര് കൂടി ചേർത്ത് ഇത്തിരി സെന്റിമെന്റലായി ഒരു റിപ്പോർട്ട് എഴുതു. അമ്മ പോലും ശപിക്കുന്ന ജന്മമെന്നോ മറ്റോ ഒരു തലക്കെട്ടും കൊടുക്കാം. നമസ്കാരം, ഞാൻ നീന. അറിയാം, രാമു പറഞ്ഞിട്ടുണ്ട്. എന്തിനാ കുഞ്ഞെ എന്റെ മോൻ ഇങ്ങനെ തോന്നിച്ചത്? അവൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എനിക്ക് ആകെ ഉള്ളൊരു മോനാ രാമു. നിങ്ങളെല്ലാരും കൂടെ എഴുതിയും പറഞ്ഞു എന്റെ മോന് കഴിമരം വായിച്ചു കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? അമ്മ അതല്ല. അമ്മ ഇരിക്കൂ, ഇരിക്കുമേ. ഒക്കത്തും തോളിലും കിടന്ന് വളർന്ന ഏക മകൻ തൂക്കുമരത്തിൽ തൂങ്ങുന്നത് കാണേണ്ടി വരുന്ന അമ്മയുടെ വേദന പ്രസവിക്കാത്ത കുഞ്ഞിന് മനസ്സിലാവില്ല. രാമഭദ്രൻ കൊന്നിട്ടില്ലെന്നാണോ അമ്മ എപ്പോഴും വിശ്വസിക്കുന്നത്? ലോകം മുഴുവൻ അങ്ങനെ വിളിച്ചു പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. എനിക്ക് എന്റെ മോനെ അറിയാം. തീരെ ചെറിയ കാര്യങ്ങളിൽ പോലും വേദനിക്കുന്ന മനസ്സാവന്റെ. എന്റെ കുഞ്ഞിനെ ആരോ ചതിച്ചതാ. രാമഭദ്രന് ചിലപ്പോ ഒരു കയ്യബദ്ധം പറ്റിയതാകും. പക്ഷെ അതുകൊണ്ട് കൊലയില്ലാതാകുമോ? കയ്യബദ്ധം എത്ര എളുപ്പത്തിൽ കുഞ്ഞത് പറഞ്ഞു. ഇതൊന്നും എഴുതാൻ വേണ്ടിയല്ല കുഞ്ഞെ. ഇനി ആരെന്ത് ബോധ്യപ്പെടുത്താൻ? അച്ഛൻ മരിക്കുമ്പോ അവന് വെറും 8 വയസ്സായിരുന്നു. മരിച്ചതല്ല, രാമുവിന്റെ അച്ഛനെ കൊന്നതാ. ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുക്കാൻ വന്ന ജന്മിമാരെ തടഞ്ഞതിന് പോലീസുകാർ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു. അച്ഛൻ ലോക്കപ്പിൽ മരിച്ചതിന്റെ പക തീർത്തതാണ് ഈ കൊലാന്ന് കുഞ്ഞെഴുതില്ലേ? ഇതൊന്നും ദൈവം പൊറുക്കില്ല. പറ്റുമെങ്കിൽ എന്നെയും കൂടി ഒന്ന് കൊന്നതാ. അങ്ങനെയാണെങ്കിൽ അവന്റെ കഴുത്തിൽ കയറി വീഴുന്നത് എനിക്ക് കാണേണ്ടി വരില്ലല്ലോ.
ഇനി ചോദിച്ചു ബുദ്ധിമുട്ടിക്കേണ്ട. ഇതിൽ കൂടുതൽ താങ്ങാനാവില്ല. അമ്മ വരൂ. Cheers. ആറ് കൊല്ലത്തെ നിങ്ങളുടെ തീരാ തലവേദനയ്ക്കാ ഞാൻ തൂക്കുകയറ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. എനിക്കറിയാം വൈദ്യ സാർ, ഇക്രാം ഒന്നും മറക്കില്ല. ആ, ഇന്ന് നമ്മുടെ ദിവസമാണ്. ലെറ്റ് us enjoy. Come on. ചെണ്ടുമല്ലി ചെമ്പകമലരെ ചെമ്പരത്തിപ്പൂങ്കിളി മകളെ ചെന്തമിഴ് തെന്മലർ മൊഴി മഴയഴകേ. ചെണ്ടുമല്ലി ചെമ്പകമലരെ ചെമ്പരത്തിപ്പൂങ്കിളി മകളെ ചെന്തമിഴ് തെന്മലർ മൊഴി മഴയഴകേ. മംഗലക്കുമാരിൽ മഞ്ഞളാടുമാരിൽ മാങ്കുയിൽ പാട്ടുപാടും മാരൻ ഞാൻ, മാമയിൽ തേയില നിൽക്കും മാമൻ ഞാൻ. ആഹാ, I love you. ചെണ്ടുമല്ലി ചെമ്പകമലരെ ചെമ്പരത്തിപ്പൂങ്കിളി മകളെ ചെന്തമിഴ് തെന്മലർ മൊഴി മഴയഴകേ. ചിന്തുമാ മന്ദഹാസത്തേനുമാ മാരിമാസമായി തേരിറങ്ങിയൻ കൂടെ ഓടിവാ. I love you, I love you. ചെണ്ടുമല്ലി ചെമ്പകമലരെ ചെമ്പരത്തിപ്പൂങ്കിളി മകളെ ചെന്തമിഴ് തെന്മലർ മൊഴി മഴയഴകേ. മഞ്ഞളാടുമാ
പീലി നീർത്തും മാമൻ ഞാൻ. I love you. I love you. I love you. ഹലോ ഹലോ നെയിം പ്ലീസ് നെയിം ഐ.ടി. ഹായ് മൈ ഡിയർ ഗേൾ. വളരെ മനോഹരമായിരുന്നു നിന്റെ പെർഫോമൻസ്. ഐ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സിവാണ് ഞാൻ. അയ്യോ, എന്റെ റോബർട്ടിനെ ഒന്നും ചെയ്യരുത്. ഞാൻ വേണേ അദ്ദേഹത്തിന് മാപ്പ് ചോദിക്കാം. അരേ ക്രം ചോട് ബേട്ട. ഈ രാജ്യത്ത് ഇഷ്ടംപോലെ നിയമങ്ങളുള്ളപ്പോ നമ്മൾ നിയമം കയ്യിലെടുക്കുന്നതിന് ഓവർ ബോയ് ചോട്. റോബർട്ട് വാ, വരൂ. നീ ഇനി ആടാനും പാടാനും ഒന്നും പോണ്ട. ധൈര്യമായി പോയി കിടന്നോളൂ. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, മമ്മിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയെങ്കിലും പാടിയേ പറ്റൂ. അതിനൊന്നും നീ വിഷമിക്കണ്ട. നിനക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. ആയിരിക്കാം. അതുകൊണ്ട് മാത്രമായോ മദ്രാസിലെ ക്ലബ്ബുകളിൽ എത്രയോ വലിയ പാട്ടുകാരനായിരുന്നു. എന്നിട്ടും ജീവിതത്തിൽ റോബർട്ട് എന്തെങ്കിലും സമ്പാദിച്ചോ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ? കഴിവറ മോനെ, ഐ ജി കൈവയ്ക്കാൻ മാത്രം നീ വളർന്നോടാ. നടക്കടാ. അയ്യോ, എന്റെ റോബർട്ടിനെ കൊണ്ടുപോയത്. വീടെത്തിയോ? താങ്ക് യു. സോറി മോളെ, പാർട്ടിയിലെ കുറച്ച് ഫിറ്റായി പോയി. ഇവനെ നിനക്ക് മനസ്സിലായോ മകൻ? ഇവന്റെ മൊഴിയല്ലേ കസറിയത്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് വള്ളി പുള്ളി വിസർഗം വിടാതെ ഇവൻ കോടതി പറഞ്ഞു. അല്ല ഇവനങ്ങനെ മോശമാകും. ഇവൻ ഇക്കണവന്റെ വലം കൈയല്ലേ. അപ്പൊ ഓക്കെ, ഇവനെ കൊണ്ടാക്കിട്ട് വാ വാ. നീ എന്തായി കാണിക്കുന്നത്? കളിക്കുന്നുണ്ടാ മര്യാദയ്ക്ക്? ഒരു നിമിഷം ഞാൻ പഴയ തൊഴിലിനെ കുറിച്ച് ഓർത്തുപോയി. കള്ളക്കളി കളിക്കുന്നേ. ഇവിടെ ആക്കി ചെക്കോ എന്ത് ചെക്ക്? അവിടത്തെ ചെക്കെടുത്ത് ഇവിടെ വെച്ച്, ഇവിടത്തെ ചെക്കെടുത്ത് അവിടെ വെച്ച്, അവസാനം എന്റെ ചെക്ക് ആര് ചെക്കെയും കളിക്കണ്ട കേട്ടോ. അങ്ങനെ വെച്ചോ. അപ്രന്റീസ് ആണാ തോന്നുന്നത്. നടയടി കിട്ടിയില്ലോ അല്ലേ? നന്നായി, ഇനി നന്നാവും. തേങ്ങാമോഷണോ അല്ല പോക്കറ്റടിയോ? കൊലപാതക ശ്രമം.
ആരെയെ കൊലപാതകിക്കാൻ ശ്രമിച്ചേ? IG ജോർജ് വർഗീസിനെ. ഞാൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനെ അയാൾ കൈവച്ചപ്പോഴാ ഞാൻ ഇടി കൊടുത്തത്. 1 കൊല്ലം ശിക്ഷിച്ചു. മോങ്ങാണ്ടടാ, കൊലപാതകത്തിന് ശ്രമിക്കുന്നത് തെറ്റാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ കൊല്ലുന്നതാ മോനെ ശരി. ആരായിരുന്നു നൈറ്റ് ഡ്യൂട്ടി? ശങ്കുണ്ണിയാണ് സാർ. അയാൾ ഡ്യൂട്ടി കയറുന്നതിന് മുമ്പ് ജയിലറെ ഒന്ന് കാണാൻ പറയും. ശരി സാർ. നാരായണൻ എന്നെ വന്ന് കാണാൻ പറയും. സാർ. ഗുഡ് മോർണിംഗ് ആന്റി. ആ ഗുഡ് മോർണിംഗ്. എന്താ മോളുടെ പേര്? ഐഷു മോൾ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ വന്നത് മനസ്സിലായി. രാമഭദ്രനെ കാണണം. അറിയാഞ്ഞിട്ട് ചോദിക്കുക. അയാളെ കുരുതി കൊടുത്തല്ലോ, അതുപോരെ? സത്യം മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ജേർണലിസ്റ്റിന് അങ്ങനെ ഒരു ഫീലിംഗ് പാടില്ല സർ. നിങ്ങൾ ഇതുവരെ കണ്ടെത്താത്തത് അത് മാത്രമാണ്. എന്റെ 25 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇത്ര സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറെ കണ്ടിട്ടില്ല. കേഡറിൽ വളരെ താഴെയായിരുന്നിട്ടും DGP പോലും പല കേസുകളും അന്വേഷിക്കാൻ നേരിട്ട് ഏൽപ്പിച്ചിരുന്ന രാമഭദ്രനെയാണ്. വെറും ഒരു SI കേരളം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന മാഫിയ സംഘത്തിന് ഭീഷണിയായി. അതാണ് എല്ലുറപ്പ്. ഈ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്ന കുട്ടികളെയല്ല, അറിഞ്ഞു കളിക്കണം. അറിയാത്ത കളി കളിച്ച് നിരപരാധികളെ കുരിശലേറ്റത്. എനിവേ യു ക്യാൻ സീ ഹിം. താങ്ക് യു സർ. വെൽക്കം. ആന്റി ഇനി വരൂ. ആന്റി വരാൻ മോളെ, കേട്ടോ? എന്തു വേണം? ആ ലോകകപ്പ് മരണത്തിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടോന്ന് അറിയാനാ. ഞാനിന്നത്തെ അല്ലായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം കേൾക്കാൻ നീ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ആ ലോകകപ്പ് പദത്തിന് പിന്നിൽ ഇനിയും എനിക്ക് പിടികിട്ടാത്ത ചില തലങ്ങളുണ്ടോന്നൊരു സംശയം. മേലിൽ എന്നെ കാണാൻ വരരുത്. നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കുക. I'll be back. സർ, ഇതുപോലെ വരുന്ന പിശാചികളൊന്നും എന്നെ കാണാൻ അനുവദിക്കരുത് പ്ലീസ്. ഞാൻ സാറിനോട് പറയാം. എന്ത് വൃത്തിയിലവന്മാരൊക്കെ പണിയെടുക്കണേ. വീട്ടിലൊരു പണിയെടുക്കാൻ പറഞ്ഞ ഒരുത്തിനും മര്യാദയ്ക്ക് ജോലിയായില്ല. എടുത്തോ സിസ്റ്റർ, എക്സ്ക്യൂസ് മീ. എന്തത് കപ്പലണ്ടി പൊതിഞ്ഞ പോലെ? 1-2 ദിവസമായി ഒരു കാര്യം ചോദിക്കുന്നു വിചാരിക്കണേ. ഞങ്ങൾ എന്തിനാ ഇവിടെ ഈ മുതിരക്കാട്ടിൽ മൊയില് പോയ പോലെ ചുറ്റി പറഞ്ഞ് നടക്കണേ? ഞാൻ പത്രത്തിൽ നിന്നാ. ആഹാ, പത്രം വന്ന് ഇപ്പോഴാണോ? ഒന്നിനും ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 6 മണിക്കെങ്കിലും പത്രം എത്തിക്കണ്ടേ? എന്റെ ഗീവറീസ് പുണ്യാളാ, കാലം പോയൊരു പോക്കേ. പത്രം വരുടെ വേഷം ഇതാണോ? ഒന്നില്ലെങ്കിൽ ഒരു സൈക്കിള്, അല്ലെങ്കിൽ ഒരു കള്ളിമുണ്ട്, അതല്ല എന്റെ ഒരു വെയിറ്റ്. ഞാനേ പത്രം വിതരണം ചെയ്യാമെന്നല്ല, പത്രത്തിലെ റിപ്പോർട്ടറാ. പേര് നീന. ശരി. എന്താ പേര്? അപ്പനിട്ട പേര് തോമാസ് കുട്ടീന്നാ. പിന്നെ നാട്ടുകാരെല്ലാരും കൂടി ആ കുട്ടീനെ അങ്ങോട്ട് വെട്ടി. ഇപ്പൊ തോമാസിനായി. എന്തിനു പറയണ എന്റെ പെങ്ങളെ? ഈ ജയിലിൽ വന്നോടുകൂടി ഇവിടുത്തെ പോലീസുകാരെല്ലാരും കൂടി ഒന്നും കൂടി ചുരുക്കി. ഇപ്പൊ തോമാന്നാ. പക്ഷെ എന്റെ റെക്കോർഡിലുള്ള പേര് വളരെ ഫേമസാ. എന്താ അത്? ദേവസ്വം ബോർഡ് തോമാ. ഫാമിലി മൊത്തം ദേവസ്വം ബോർഡിലാണോ? എന്റെ ഫാമിലി ഒക്കെ വലിയ നിലയിലാ. ഞാൻ മാത്രമേ ഇങ്ങനെ ആയുള്ളൂ. അപ്പനമ്മയും എന്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. പിന്നെ ഒരു വല്യേട്ടനുണ്ട്. വല്യേട്ടൻ വയനാട്ടിലാ. കൃഷിയാന്നൊക്കെ പറയണേ. തമ്പുരാനറിയാൻ എന്താണെന്ന്. പിന്നെ ഞാൻ എന്റെ അനിയത്തി. അവളൊരു പാവാ. 19-ാം വയസ്സിൽ ഞാനൊരു കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ വന്നു. അപ്പൊ അനിയത്തി തനിച്ചാ. കൂട്ടിനൊരാളുണ്ട്. ആ വല്യമ്മ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കന്നെയാ. പിന്നെ എനിക്ക് പാകുള്ള ധൈര്യം. എന്റെ അനിയത്തി തനിച്ചാണെങ്കിലും അവളെ സംരക്ഷിക്കാൻ ഒരുപാട് ആങ്ങളമാര് പുറത്ത് പാത്തുമതി നടപ്പുണ്ടേ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു 5-6 തട്ടിയിട്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദൈവം രക്ഷിക്കും. അതെ, ദൈവം എന്നെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ ഓരോ ദൈവങ്ങളെ ഓരോ ക്ഷേത്രത്തിൽ നിന്ന് രക്ഷിച്ചതിന്റെ പേരിലാ ഞാനിന്ന് ഇതിനകത്ത് വന്ന് കിടക്കണേ. ശരി, പെങ്ങള് പോയിക്കോ. ഇടയ്ക്കൊക്കെ പത്രയുടെ അതുവഴി വരണേ. വരാം. ആ ഐഷമോളോ? അങ്കിൾ എന്താ മോളുടെ കൂടെ കളിക്കാൻ വരാത്ത?
അങ്കിളിന് വെളിയിൽ വരാൻ പറ്റില്ല മോളെ. അങ്കിൾ എന്തിനാ ഇവിടെ തനിച്ചിരിക്കുന്ന? മോള് ഡാഡിയോട് ചോദിച്ചാ മതി. ഡാഡിയോട് പറഞ്ഞു തുറന്നു വിട്ട അങ്കിൾ മോളുടെ കളിക്കോ? ആ അങ്കിളിന്റെ പടം കാണണോ? ഈ പേപ്പറിലുണ്ട്. ഡാഡി കാണാൻ ഞാൻ എടുത്തോണ്ടെന്നതാ അങ്കിളിനെ തരാൻ. അങ്കിളെ, ഞാൻ പോയി ഡാഡിനെ വിളിച്ചോണ്ട് വരാം. തുറന്നു വിടാൻ. ആർക്ക് വേണ്ടിയാ നീ ബ്രൗൺ ഷൂട്ട് കൊണ്ടുവന്നത്? എനിക്കറിയില്ല സാർ. സാർ ഫോൺ ഐജി അദ്ദേഹം ലൈനിലുണ്ട്. സാർ 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 വരാം സാർ. ആഹാ, മോൾ ഉറങ്ങിയില്ലേ? പിണങ്ങിയിരിക്കുക. അങ്കിള് ടോയ് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചതിന്. അതെന്താ? ദാ അങ്കിൾ ടോയ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. സൈനോ ചായ. വാ മോളെ. ഇന്നൊരു ലോറി പിടിച്ചല്ലേ? സാർ അറിഞ്ഞോ? മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. അങ്ങേരെനിക്ക് ഇവിടെ ഇരിക്കപ്പുറം തരുന്നില്ല. അവന്മാരെ വിട്ടയക്കണോ അത്രേ. പിടിച്ചത് ബ്രൗൺ ഷുഗറാ സാർ. ഓഹോ, വിട്ടയച്ചെങ്ങനെ ശരിയാവുന്നേ? യു പ്രൊസീഡ്. നാളെ നേരം വിളിക്കുമ്പോൾ അവന്മാരുടെ കണക്ഷൻസ് കണ്ടുപിടിക്കണം. ബ്രെയിൻ ഫിയറിനെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മുഖ്യനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഏത് പ്രതിസന്ധിയിലും ഞാൻ ഉണ്ടാവും. പടച്ചോനെ മാത്രം ഭയപ്പെട്ടാൽ മതി. കമോൺ. താങ്ക് യു സാർ. ആഹാ, കഴിച്ചില്ലേ? സാർ ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഉരുള ഉരുട്ടി വാരി തരുമായിരുന്നല്ലോ. നോക്കി പേടിപ്പിക്കല്ലേ? ആ പാവത്തിനെ ഇടിച്ചു കൊന്നപ്പോ ഓർക്കണമായിരുന്നു. ആരോഗ്യം ഉണ്ടെന്ന് വെച്ച് പാവങ്ങളുടെ മേത്ത് കയറിയ ഇങ്ങനെ ഇരിക്കും സാറേ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ആരെ അന്വേഷിക്കാൻ പോന്നെ? സാറേ, എനിക്ക് ഇയാളെ തൊഴിൽ കൊണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇന്ന് അറിയണം ഇയാൾ എസ് ഐ ആണോ ഇവിടുത്തെ ജയിൽ പുള്ളിയാണോ എന്ന്. പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. മുസ്തഫയുടെ നാക്കും അത്ര ശരിയല്ല. രാമഭദ്രനെ തനിച്ചൊന്ന് കാണട്ടെ. ശരി സാർ. രാമഭദ്രൻ, ഇവിടെ വരൂ.
ഇങ്ങനെ എത്ര ദിവസം പട്ടിണി കിടക്കും? ഇനി അധികം ദിവസങ്ങളില്ല സാർ. അതുകൊണ്ട് മൂക്കുമുട്ട തിന്നാലും തൂക്കിന്ന് രക്ഷപ്പെടുവോ? നമ്മൾ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കും. എനിക്ക് പ്രതീക്ഷയില്ല സാർ. എല്ലാ രാശിചക്രങ്ങളും എനിക്കെതിരെ കറങ്ങുക. എനിക്കിപ്പോഴും ശുഭപ്രതീക്ഷയുണ്ട്. ദയാഹർജി കൊണ്ട് പ്രയോജനം ഉണ്ടാകും. രാമപദൻ ആഹാരം കഴിക്കും. ഞാൻ കഴിച്ചോളാം സാർ. ഇപ്പൊ എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഓക്കെ. എന്തുവാണ് അവിടെ കിടന്ന് കുഴിച്ചു മറിക്കുന്നേ? നിനക്കൊക്കെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരടാ. അതെ അല്ല ചേട്ടാ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴേ നമ്മുടെ കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു പുണ്യാളല്ലേ, നമ്മുടെ ഗീവറീസ് പുണ്യാളല്ലേ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ പുള്ളിക്കാരൻ വന്നിട്ട് പറയാ, മകനെ തോമ എഴുന്നേൽക്കൂ. ഈ വിളി കേട്ടപ്പോ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് പുള്ളി പറയാ, നമ്മുടെ തറവാട് പറമ്പിന്റെ നടുക്കെ 11.5 മീറ്റർ താഴ്ചയിൽ ഒരു കുടമിരിപ്പുണ്ട്. ആ കുടം നിറയെ ഗോൾഡാണ്, അത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ചേട്ടാ ഞാൻ ഇങ്ങനെ കുഴി കുത്തണത്. ഇതിനകത്തുണ്ട്. പിന്നെ അങ്ങനെ നിന്നെ മാത്രം വിളിച്ചോളത്ത് പറഞ്ഞു എന്തിനാ? ഇവിടെ കൊള്ളാന്ന് വേറെ എത്ര പേരുണ്ടാ? ഞാനും ദൈവങ്ങളും തമ്മിലുള്ള ഇരിപ്പുവശം എന്റെ മുസ്തഫക്കൊക്കെ അറിഞ്ഞുകൂടെ? എടാ തോമ, എന്തോ ഞാൻ ഇന്ന് എക്സസൈസ് എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പകല് പറമ്പിൽ കളിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാ. അങ്ങനെ ഇപ്പൊ കളിക്കണ്ട. നീ മമ്മട്ടിങ്ങനെ ഇതിപ്പോ ഞാൻ കളിച്ചോളാം കേട്ടാ. എടാ മമ്മട്ടിങ്ങോട്ട് താടാ. വേണ്ട. എടാ ഇങ്ങോട്ട് താടാ. മര്യാദയ്ക്ക് കുഴി കുത്തോ? ആണോ കുത്ത്. അങ്ങോട്ടാ. ആ തൊപ്പിക്കിട്ടാ. കുത്ത്. അങ്ങനെ അങ്ങനെ മര്യാദയ്ക്ക് കുഴി കുത്ത്. കക്കൂസ് കുഴി കുത്തല്ല പറഞ്ഞത്. കുത്താണ് അവിടെ കുത്ത്. കുഴി വെട്ടണ കണ്ടാ തോന്നും കുഴിവെട്ടുകാരന്റെ മോനാന്ന്. അവിടെ കുത്ത്. അങ്ങനെ കുത്തിക്കോട്ടാ. കുത്തിക്കോട്ടാ. ചാവുമ്പോ ബാപ്പാടെ കുഴി വെട്ടാം. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടിരുന്നോട്ടെ. വെള്ളം കാണുമ്പോ എന്നെ വിവരം അറിയിക്കണേ. മോൾക്ക് ഇവിടെ ഇഷ്ടായോ? ജയിലിലെക്കാളും രസാ. ഇനിയും വരുവോ? ആന്റി വന്ന് വിളിച്ച മോള് വരും, അല്ലെങ്കിൽ ഡാഡി വിടില്ല. അതെന്താ? ചോദിച്ചാ പറയും ഡാഡിക്ക് പേടിയാന്ന്. മോള് ഡാഡിയുടെ കൂടെ തന്നെ വേണം. മോള് വിഷമിക്കണ്ട, ആന്റി ഒന്ന് വിളിക്കാം. ദേ അങ്കിള് വരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാഡി. ഐഷ മോള് മിടുക്കിയ. മോള് ഇവിടെ ഇരുന്ന് കളിച്ചോ കേട്ടോ. നീ ആ കൊച്ചിനെ കൊണ്ട് എന്നാക്ക്. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അമ്മയില്ലാത്ത കുഞ്ഞല്ലേ ഡാഡി, അതുകൊണ്ടാ. വലിയ സിമ്പതിയൊന്നും വേണ്ട. പിന്നെ കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ റഷീദ് ഖാനുമായിട്ട് എന്താ പുതിയൊരു ചെങ്ങാത്തം? എനിക്കത് ഇഷ്ടമല്ല. ആ ബന്ധമൊക്കെ എന്നേ ഞാൻ മുറിച്ചു മാറ്റിയതാ. മോളെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വിലക്കിയതല്ലേ. ഇവളെന്നെ വിട്ട് പോന്നപ്പോ പോലെ എനിക്ക് ആദ്യം തുടങ്ങിയതാ. ഞാൻ കൊണ്ടുവന്നോണ്ടാണോ അങ്കിൾ? ചുറ്റും കഴുകന്മാരല്ലേ. അവന്റെയൊക്കെ എച്ചിൽ നിന്നവന്മാർക്ക് കുട്ടിയൊന്നുമില്ല, വലുതൊന്നുമില്ല. അയ്യോ മോളുടെ പാവ. പോത്ത ഇന്ന് മാധവമ്മയ്ക്ക് ഒരു സന്തോഷമുള്ളത് പോലെ മോന്റെ കാര്യത്തിൽ എന്തെങ്കിലും. ദയാഹർജി കൊടുത്തത് വലിച്ചു കാണും. അതാ IG സാർ ഉടനെ ചെല്ലാൻ നാളെ പറഞ്ഞയച്ചത്. എന്റെ കുഞ്ഞ് രക്ഷപ്പെടുന്നു എന്റെ മനസ്സ് പറയുന്ന തിരുമേനി. ദേവി കുഞ്ഞിനെ അങ്ങനെ കൈവിടുമോ? ഞാൻ രാമോദരന് വേണ്ടി പ്രത്യേകം പൂജിച്ചതാ. ഇനിയും ശത്രുവിന്റെ ഉപദ്രവം ഉണ്ടാതിരിക്കാനാ. ഇത് കയ്യിൽ കെട്ടി കൊടുക്കണം. ശരി. സാർ, എന്റെ മോൻ രക്ഷപ്പെട്ടു. അമ്മ ഇരിക്കൂ. സാറെന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അത് കേൾക്കുമ്പോ ബഹളം കൂടരുത്. ദയാഹർജി തള്ളി.
അപ്പോ ഓഗസ്റ്റ് 16 എന്റെ മോനിതറിഞ്ഞു. ഇല്ല, പറയാൻ മനസ്സനുവദിക്കുന്നില്ല. സാർ, എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. മോനെ, സുഖാണോ? എന്റെ മോനൊരാപത്തും വരില്ല. പ്രത്യേകം ജപിച്ച് വായിച്ചതാ. അമ്മയ്ക്കറിയാം പാവാണെന്ന്. എനിക്കത് മതി അമ്മേ. അമ്മയ്ക്ക് നേരത്തെ കടന്നുകൂടായിരുന്നോ? കിടന്നാ ഞാൻ ഉറങ്ങിപ്പോവും മോനെ. ഓ, അതെന്താ? ഞാൻ തന്നെ ഇതൊക്കെ എടുത്ത് കഴിക്കില്ലേ? എന്നിട്ട് ഞാൻ ഉണരുന്നതിന് മുമ്പേ നീ നാട് നന്നാക്കാൻ പോവും. ഇതുപോലെ പാതിരായ്ക്ക് ഒന്ന് കേറും. പിന്നെ എപ്പോഴാ ഞാൻ നിന്നെ ഒന്ന് കാണുന്നത്? അതിന് പകരം ഞാൻ അമ്മയെ കാണുന്നുണ്ടല്ലോ, അതുപോലെ. നിന്റെ അച്ഛൻ മരിച്ചത് പിന്നെ നീ ഒരു നിമിഷം പോലും എന്നെ വിട്ടു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ള എനിക്ക് നിന്റെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണണ്ടേ മോനെ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. മാണിക്യവിളാകത്ത് മാധവി അമ്മേ. അങ്ങോട്ടങ്ങ് കഴിക്കാൻ ചടിച്ചതുണ്ടല്ലോ. എന്തും നേരിടാനുള്ള കരുത്തുണ്ടോ മനസ്സിന്? കഴുമരം ഉറപ്പായി അല്ല സർ? ദുരന്തങ്ങൾ ഓരോന്നായി നിന്നെ പിന്തുടരുകയാണ്. അതെന്താ സാർ? എന്താ സാർ എന്റെ നിന്ന് മറയ്ക്കുന്നത്? എന്റെ അമ്മ അമ്മ പോയി. എനിക്കെന്റെ അമ്മയെ കാണണം സർ. എനിക്കെന്റെ അമ്മയെ കാണണം. ഇപ്പൊ തന്നെ കാണണം സർ. അതവർ വിലക്കിയിരിക്കുക. സെക്യൂരിറ്റി റിസ്ക് ആണ്. എനിക്കെന്റെ അമ്മയെ കാണണം. എനിക്കെന്റെ അമ്മയെ കാണണം. എനിക്കെന്റെ അമ്മയെ കാണുമെന്ന് പറഞ്ഞില്ലേ സാർ? എന്നോട് അല്പം ദയ കാണിക്കണം സാർ. എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. കൊലക്കേറി വീഴും മുമ്പ് ഇതെങ്കിലും സാധിച്ചു തരണം സാർ. പ്ലീസ്. എന്റെ സ്വന്തം റിസ്കിലാണ് നീ വന്നിരിക്കുന്നത്. അത് ഓർമ്മ വേണം.
മരണത്തിൽ പോലും എന്റെ അമ്മയ്ക്ക് മനസമാധാനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ സാർ. Control yourself. Go on. കൂൾ ഡൗൺ മൈ ബോയ്, കൂൾ ഡൗൺ. ഇതിന് ആ റഷീദ് ഖാന്റെ പിൻബലമാ അവൾക്കുള്ളത്. അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്ന എന്റെ പിള്ളേരെ ഒരു പോറൽ പോലും അവളെ ഏൽപ്പിക്കാതെ പുറത്തു വിട്ടില്ലെങ്കിൽ നോ നോ നോ, എടുത്തു ചാടുകയല്ല വേണ്ടത്. ഇനി ഇതിലും വലിയ ആപത്തുണ്ടാകാൻ പോവുക. നമ്മളന്ന് ക്ലോസ് ചെയ്ത ചാരക്കഥയുടെ അടിവേരെ അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നാളമില്ലല്ലോ തനിക്ക് ഇന്റലിജൻസ് ഐ ജി എന്ന് പറഞ്ഞ് കെട്ടിയെഴുന്നള്ളിച്ച് നടക്കാൻ. ഇയാള് പറഞ്ഞിട്ട് ആ കള്ളക്കാഫിനെ ജയിലിലേക്ക് മാറ്റിയത്. എന്നിട്ടിപ്പോ ചെകയുന്നു പോലും. അല്ല, അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യണമെന്ന് ഈ പറയുന്നേ? താളെന്ന് വളർത്തണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെയും നീ എടുത്തു ചാട്ടക്കാരനാകുന്നു. ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ടാ ഇത്രയും കാലം ഞാൻ അവനെ വെറുതെ വിട്ടത്. ഇനി എന്നെ തടുക്കരുത്. ബെട്ടസുനോ, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ബോംബെയിൽ ഒരു വൃത്തികെട്ട ഗലിയിൽ നിന്ന് ഞാൻ ജീവിതം ആരംഭിച്ചത്. ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മാഫിയ സാമ്രാജ്യം ഞാൻ കെട്ടിപ്പടുത്തത് വെറും കയ്യൂക്ക് കൊണ്ടല്ല. കൈ ചലിക്കേണ്ടത് എപ്പോഴെന്നും എന്തിനെന്നും തീരുമാനിക്കുന്ന തല ഉപയോഗിച്ച. ഒരു നിമിഷം കൊണ്ട് ഒരാളെ കൊല്ലുന്നത് നമ്മൾ അയാളോട് ചെയ്യുന്ന ഏറ്റവും കാരുണ്യം നിറഞ്ഞ പ്രവൃത്തിയായിരിക്കും. പക്ഷേ റഷീദ് ഖാൻ ആ കാരുണ്യം അർഹിക്കുന്നില്ല. അവളെ വാ, 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 വാ. മോളുടെ പാവ. ഡാഡി, എന്താ മോളെ? ഇത് വർക്ക് ചെയ്യുന്നില്ല. ആ നോക്കട്ടെ, ഡാഡി നോക്കട്ടെ. എന്തോ കുഴപ്പം പറ്റിയതാ മോളെ. ആ ഒന്ന് പിടിച്ചേ, ഡാഡി ഇപ്പൊ വരാ. സ്പീക്കിംഗ്. ആ ആ അതെ. ഈ മതില് വലുതായോണ്ടിരിക്കാന്നോ? സൂക്ഷിച്ച് കാരണം കേട്ടോ, നീ കന്നിക്കാരനാ. എനിക്ക് പിന്നെ കേറി പരിചയമുള്ളതാ. ഒന്ന് വേഗം കയറുന്ന പിടിക്ക്. എന്നെ അധികം പിടിക്ക്. മൂട്ടിലിട്ടിക്കലടാ. പിടിച്ചോ. വേഗം പോവാനായിട്ട് ഇത് നാഷണൽ ഹൈവേ അങ്ങനെയാണോ? ഇതിപ്പോ ഒരുമാതിരി എലിയുടെ ജന്മായി.
മാറിക്ക് വണ്ടി വിടല്ലേ ഞാനിപ്പോ വരാം എനിക്ക് വഴി അറിയില്ല ഞാൻ അവന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതാ നിനക്ക് ഡഗ്ലസ് ബംഗ്ലാവ് അറ്റ് സീഷോർ. വേഗം മധുരേട്ടനവിടെ ഇനി നോക്കണ്ട, നമുക്ക് രക്ഷപ്പെടാം. നീ ഭദ്രേട്ടൻ ഇച്ചായ വണ്ടി നിർത്ത് കേറ് 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 അവിടോ എടാ ഇവിടെ അടുത്തുള്ള അമ്പലം ഉണ്ടാവോ എന്തിനാ തൊഴാൻ പോവാനാ? തൊഴാൻ പോവാനൊന്നല്ല 2 വിഗ്രഹം അടിച്ച് മാറ്റാൻ വിചാരിച്ചിട്ടാ കൈ ധരിക്കണ്ട ഒന്ന് പോടാ. തമാശ പറയാൻ കൊണ്ടൊരു നേരെ. ഇനി എത്ര കാലമായിരിക്കും നമ്മളിവിടെ ഉണ്ടാവുക? നമ്മളിനിവിടെ ഉണ്ടാവാൻ അധികം താമസമൊന്നുമില്ല അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട് ഓ, എത്ര കാലമായാലും ഇവിടെ നിന്നുള്ള നമ്മുടെ നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. അത്രയ്ക്ക് തന്നെ എനിക്കും പറയാനുള്ളൂ അമ്മ ചത്താലും ചത്തില്ല അടിയന്തരം 16-ാം തീയതി വായി മൂടാ, ഇടികൊള്ളും. ഇടി കൊള്ളുമ്പോ വിവരം അറിയും പോടാ, നീ പടാർന്നു ചളാവാനുള്ള എല്ലാ ലക്ഷണം ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് ഇത് പണ്ട് ഏതോ സായിപ്പ് ഉപേക്ഷിച്ച വീടാണെന്നാ തോന്നുന്നത്. അതവിടെ ഇരിക്കട്ടാ, അടിച്ചു മാറ്റാൻ കണ്ട ഒരു സമയം. ഇങ്ങോട്ട് വാ. വേണ്ടല്ലേ വരാൻ. നിന്നൊക്കെ ഞാൻ എന്തെങ്കിലും അടിച്ചു മാറ്റും മോനെ ഹലോ, നന്നാക്കി നന്നാക്കി ഒരുപാട് സാധനം മിച്ചം വരില്ലേ? പിന്നെ മിച്ചം വരാ ഇതിനകത്ത് എന്തെങ്കിലും വേണ്ടേ? രാമോട്ടാ, ഈ ഗോഡ് ഫാദർ ആരാ? ആരായാലും ശത്രുവല്ല. ഏതായാലും നമുക്ക് അയാളൊന്ന് കണ്ടുപിടിക്കണ്ടേ? പതിനെട്ടോ പതിനെട്ടാ ചായ നോക്കിയേ എന്നെ കാണാൻ ശ്രമിക്കരുത്. എന്ത് എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന് ഞാൻ അറിയിക്കാം. അതുപോലെ മാത്രമേ ചെയ്യാവൂ. സമയമാകുമ്പോൾ നേരിൽ കാണാം. ഗോഡ് ഫാദർ. ഇയാൾ ആരുടെ ഫാദറാ നീ പറയണേ? കണ്ണൂരിൽ നടന്ന ഹീനമായ പോലീസ് ലാത്തിചാർജിനെ കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് വിജിലൻസ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ കെ ടി ജോണി ഇന്ന് നിയമസഭയിൽ പ്രസ്താവിച്ചു. കടലുണ്ടി ഖാദർ ലോക്കോ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രാമപദനുൾപ്പെടെ 4 പേർ ഇന്ന് ജയിൽ ചാടി. രാമപദനോടൊപ്പം ജയിൽ ചാടിയ റോബർട്ട്, ബ്രിട്ടോ, തോമ എന്നീ 3 പേർ വിവിധ കേസുകൾ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച ഗോഡ്ഫാദർ എന്നൊരാളെ പോലീസ് തിരയുന്നു. ശബരി റെയിൽപാത ലാഭകരമല്ലെന്ന കാരണത്താൽ
എന്താണ് നീ നോക്കി പേടിപ്പിക്കണേ? ദേ എന്തോ നോക്കല്ലടാ, നോക്കല്ലടാ. ഓ നല്ല ശരീരമാണല്ലോടാ. 1 2 3. എന്റെ അമ്മേ, ഇതൊരുമാതിരി ഏറ്റുമാനൂർ അമ്പലത്തിന്റെ മതിൽ കെട്ട് പോലെ ഉണ്ടല്ലോടാ. ഒരു കുത്തായ പോയില്ലേ? കെട്ടഴിച്ചിട്ട് തല്ലടാ പട്ടി, ധൈര്യം ഉണ്ടെങ്കിൽ. ഈ ഇടയായിട്ട് എനിക്ക് കുറച്ച് ധൈര്യം കുറവാ മോനെ. നിന്നെ കെട്ടഴിച്ചിട്ട് തല്ലിയിട്ട് വേണം ഞാൻ ഒരുമാതിരി പിച്ചക്കാര് ഛർദിച്ച പോലെ ആവാൻ, അല്ലേ? അതിപ്പോ തൽക്കാലം വേണ്ട. പോകണോ? വലിച്ചടാ, വലിച്ചടാ, അങ്ങോട്ട് വലിക്കടാ. എന്തോരം നേരായി നിന്നെ ഞാൻ ഒറ്റയ്ക്കിട്ട് തല്ലണേ. വയ്യാണ്ടായി. അതേ കൈ കണ്ടോ, വേദന എടുത്തിട്ട് വയ്യ. ഇനി ഞാൻ പോയി അല്പം റെസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ? നിന്റെ സന്തോഷാണ് എന്റെ സന്തോഷം. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? പിന്നെ ചേട്ടന്മാരിപ്പൊ വരും, അപ്പൊ റെഡി ആയിട്ട് നിക്കണേ. എന്താ എന്റെ ചെവിയൊക്കെ ഞാൻ പുറച്ചോട്ട് പറ്റുകളിയും കുട്ടികളില്ലേ? നിങ്ങൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. ലോകകപ്പിൽ ഒരു കൊല നടത്താൻ പഠിക്കാത്ത നിങ്ങൾ ഇതും ഇതിലപ്പുറം കാണിച്ചു. കൂൾ ഡൗൺ ബ്രിട്ടോ. ഒരു കോടതിയിലും നീ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത സത്യം പറ. ആരാ ഖാദറിനെ കൊന്നത്? ഈ റിബൽ ജേർണലിസ്റ്റ് ഒന്ന് കേക്കട്ടെ. വേഗം പറഞ്ഞു, ഇല്ലെങ്കിൽ കത്തിച്ച് ചാമ്പലാക്കി കടലെടുക്കും. പേട്ട ഞാൻ പറയാം, പ്ലീസ് പ്ലീസ് പ്ലീസ്, എല്ലാം പറയാം. എന്റെ പിള്ളേരെ ഇറക്കാൻ വന്നതാ. അതിന് വക്കീലും അപേക്ഷയൊക്കെ ആയിട്ട് വരണം. എന്നേക്കടാ, ഇത് മാന്യന്മാർക്കുള്ള സീറ്റാ. സ്മാർട്ട്നെസ് കൊള്ളാം, ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. വളരെ ചെറുപ്പമല്ലേ? നിന്നെ തൂക്കിയെടുത്ത അഴിക്കത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഉറക്കളയ്ക്കുന്നത്. പൂവർ ബോയ്. പലതവണ നീ എന്റെ കയ്യിൽ വഴുതി. ഇത്തവണ നിന്നെ പൂട്ടാൻ അതിനകത്ത് കിടക്കുന്ന 2 അവന്മാർ മാത്രം മതി എനിക്ക്. ഇവന്മാരെ പുല്ലുപോലെ ഞാൻ ഇറക്കും നിന്റെ കൺമുന്നിലൂടെ. എനിക്കെതിരെ സംസാരിക്കുന്നവൻ അടുത്ത സൂര്യോദയം മിസ് ചെയ്യും. എന്റെ പിള്ളേർ ചാവേറ. ഓക്കെ, ഗുഡ് ലക്ക് ഇൻസ്പെക്ടർ. See you again. എനിക്കെതിരെ സംസാരിക്കുന്നവൻ അടുത്ത സൂര്യോദയം മിസ് ചെയ്യും. എന്റെ പിള്ളേർ ചാവേറ.
അറിഞ്ഞിരുന്നില്ല. ഈ ലോകപഥത്തിന്റെ ഓരോ രഹസ്യങ്ങളും ഡാഡി എനിക്ക് ചോർത്തി തന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എന്റെ കരിയറിലുള്ള താല്പര്യം കൊണ്ടായിരിക്കുമെന്ന്. സോറി പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള കുറ്റമാ. ആരോ വരുന്നുണ്ട്. വരൂ. നീന, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? കുറച്ച് ഒഫീഷ്യൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ നിന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. നീ 5 മണിക്ക് അവിടുന്ന് പോകുന്നതായിട്ട് നിന്റെ ചീഫ് എഡിറ്റർ ബാലേന്ദ്രൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൊച്ചുകുട്ടിയൊന്നുമല്ല, അത് നീ മനസ്സിലാക്കണം. അതന്നെ എനിക്കും പറയാനുള്ളത്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം? ഡാഡിയുടെ ഇക്രാമിന്റെ ഉദ്ദേശത്തെക്കാൾ നല്ലത് തന്നെ. ഇക്രാമിനെ കുറിച്ച് നിനക്കെന്തറിയാം? അയാള് ഡാഡിക്ക് നന്നായിട്ട് അറിയാലോ, അത് മതി. അതുകൊണ്ടാ മോളെ ഞാൻ പറയുന്നത്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അയാള്. വെള്ളം വെച്ച് അകത്തിടേണ്ട വെറും ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ ഡാഡി എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? ഞാനൊന്ന് പറഞ്ഞേക്കാം, തോന്നിവാസം കാണിച്ചാൽ ജോർജ് വർഗീസിന്റെ മോളെന്നുള്ള സൗജന്യം ഒന്നും ഇക്രാം ഭായി തരില്ല. ആ സൗജന്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡാഡിയുടെ പിൻബലത്തോടെ ഞാൻ ഇത്രയും കാലം റിപ്പോർട്ട് ചെയ്തത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനായിരുന്നു. ഇനി അത് സംഭവിക്കില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി എല്ലാം നിന്റെ ഇഷ്ടം. ഡാഡി കൂടി എന്നെ ചതിക്കുകയായിരുന്നു. ജേർണലിസ്റ്റിക് കരിയർ ഡെവലപ്പ് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിനും ത്രില്ലിനും ഇടയിൽ രാമഭദ്രൻ എന്ന മനുഷ്യനെ ഞാൻ കണ്ടില്ല. ഇന്നലെ രാത്രി എനിക്ക് ശരിക്കും ഉറക്കം വന്നില്ല ഡയാന. നീ എനിക്ക് പശ്ചാത്താപം ഉണ്ടല്ലോ, അത് മതി. എത്ര തവണ ഞാൻ എന്റെ മനസാക്ഷിയോട് മാപ്പ് ചോദിച്ചെന്ന് ഡയാനയ്ക്ക് അറിയാമോ? എന്നിട്ടും എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. സിമ്പതിയൊക്കെ കൊള്ളാം, പക്ഷേ അനുരാഗമായി മാറരുത്. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഇക്രാം മുഹമ്മദ് ബായ്. ഞാൻ രാമഭദ്രൻ. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നീ സഞ്ചരിച്ച അതേ വഴിയിലൂടെ. ഏതു നല്ല കാര്യവും വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണ്ടേ ഇക്രാം മുഹമ്മദ് ബായ്? നിന്റെ മുറിക്ക് പുറത്ത് ഒരതിഥി കാത്തിരിപ്പുണ്ട്. ഇനിയും നിന്റെ ഉറക്കം കെടുത്താൻ ഇതുപോലുള്ള അതിഥികൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കേ? നാലെണ്ണം നട്ടപ്പാതിരാക്കി തടവ് ചാടിപ്പോയിട്ട് ഈ കളശവും തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ വന്നിരിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? അവരെ പിടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓ പിന്നെ നീക്കം ആരംഭിച്ചു പോലും. ജയിൽ ചാടിയവന്മാർ സുഖമായി നാട്ടിലുള്ളവരെയൊക്കെ കൊന്നു തുടങ്ങി. എന്നിട്ട് ഇവിടെ ഇപ്പോഴും നീക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ റഷീദ് ഖാനും ജയിലർ നാരായണനും സസ്പെൻഷനിലാണ്. ജയിലിന്റെ ചുമതല ഇപ്പൊ എനിക്കാണ് സാർ. അതുകൊണ്ടെന്താ
ജയിൽ ചാടിയന്മാർ ഓടി വന്ന് തിരിച്ചു കയറുമോ? ജയിൽ ബ്രേക്ക് ചെയ്താൽ ഡിസിപ്ലിനറി ആക്ഷൻ വേണ്ടേ സാർ? ഓഹോ, പിന്നെ 48 മണിക്കൂറിനകം അവന്മാരെ പിടിച്ചകത്താക്കിയില്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ IPS ഓഫീസർമാരെ ഒറ്റയടിക്ക് പുറത്താക്കിയ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ എന്ന കളിത്ത് എനിക്കായിരിക്കും. പറഞ്ഞേക്കാം. కొంచెం కొలుసల్లే ఇక్కిలి మనసల్లే అయ్యా అయ్యా వేయడము ఆర్యం ముత్త ముత్తదిరము చాయం చాయం చెప్పులయము చెల్లెత్తుండ చాందదిరము
മിസ്റ്റർ നമ്പ്യാർ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ സംഘടിപ്പിച്ച ഈ സായാഹ്ന സദ്യ വളരെ ഗംഭീരമായിരിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ ജോർജിനോട് പറഞ്ഞിട്ടുണ്ടോ. താൻ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ടോ. ലോഡ് വിടുന്ന കാര്യമല്ലേ? ഈ ലൊക്കേഷനിലെ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. ഒരു പോലീസുകാരനും ഒരു ചുക്കും ചെയ്യില്ല. ഐ എഗ്രീഡ്. നന്ദി കേട്ടോമാരെ. കൂത്ത് കാണാൻ കണ്ട നേരം. തെരഞ്ഞെടുപ്പിൽ നിർത്തിയതും ജയിപ്പിച്ച് മന്ത്രിയാക്കിയതും എന്റെ ഉപ്പയാ. എന്നിട്ട് ആ ഉപ്പ മരിച്ചിട്ട് എന്ത് കോപ്പാ താൻ ചെയ്തത്? അല്ല, അതിപ്പോ ആ ഗോഡ് ഫാദർ ആരാണെന്ന് കണ്ടെത്തിയ. വേണ്ട, എനിക്കൊരുത്തന്റെയും സഹായം വേണ്ട. എന്റെ ഉപ്പായെ കൊന്നവൻ ഇനി ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. 4 എണ്ണത്തിനെയും അവന്റെ ഗോഡ് ഫാദറിനെയും വെട്ടിക്കൊന്നിട്ടേ ഇനി ഈ ക്രം വിശ്രമിക്കൂ. ജയിലറും ജയിൽ ഐജിയും അറിയാതെ കണ്ടംപ്റ്റ് സെല്ല് വരെ പൊളിച്ച് ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാനാവില്ല. ദാറ്റ് ഈസ് ബിയോണ്ട് എനി ഡൗട്ട്. നിനക്കറിയാം, നിനക്കേ അറിയൂ. പറയടാ, ആരാവൻ? അവന്റെ അമ്മയുടെ ഗോഡ് ഫാദർ. എനിക്കറിയില്ല സാർ. ബിലീവ് മീ. എന്റെ അടുത്ത് നാടാണ്ടിരിക്കരുത്. മിസ്റ്റർ ജോർജ് വർഗീസ്. യെസ്, IG ജോർജ് വർഗീസ്. നോട്ട് ഓൺ സസ്പെൻഷൻ. ഒരുമാതിരി മൂന്നാംകളെ കുറ്റവാളിയെ പോലെ ഈ മനുഷ്യനെ കാണരുത്. ഒരുപക്ഷെ കാക്കിയുടെ മഹാത്മ്യം തന്നെയൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാ ഞങ്ങള്. ഗോഡ് ഫാദർ എന്ന് പറയുന്ന അജ്ഞാതനെ പിടിക്കാൻ തനിക്ക് കഴിവില്ലെങ്കിൽ ഈ കാക്കി അടിച്ചു വെച്ചിട്ട് ഇറങ്ങി പോണം മിസ്റ്റർ. എന്റെ അനുവാദമില്ലാതെ അണങ്ങിപ്പോരുത്. തൽക്കാലം അധികാരം ഇല്ലെങ്കിൽ അംഗീകാരമുണ്ട്. കമോൺ. ഗോഡ് ഫാദറിനെ പിടിക്കാൻ കഴിവില്ല പോലും. അവൻ ആരാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. അവനോടെ പറഞ്ഞല്ലേ, നിന്റെ മോളുടെ മറ്റവനോടാന്ന്. പറഞ്ഞില്ലെങ്കിൽ കൊല്ലും ഞാൻ. അയ്യോ, എന്താ എന്റെ മമ്മി ഒന്നും ചെയ്യരുത്. ഇതാരാ? ഡയാന രാജകുമാരിയോ? നിന്നെ നിക്കാഹ് കഴിക്കാൻ ഒരു ചാൾസ് രാജകുമാരൻ ജയിലിൽ ചാടി വന്നല്ലോ. അവനെവിടെ? ഇങ്ങനെ തുറിച്ചു നോക്കല്ലേ മുത്തേ. നിന്റെ ഈ കരിനീല കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ കണ്ണ് മാത്രമല്ല, ഈ തക്കാളി ചുണ്ടും ഈ ആപ്പിൾ കവിളും മൊത്തം ഞാൻ കുത്തിപ്പൊട്ടിക്കും. എനിക്കറിയില്ല, റോബർട്ട് ഇവിടെ വന്നില്ല. പറഞ്ഞില്ലെങ്കിൽ ഉമ്മാനെയും മോളെയും കൂടി ഞാൻ ഇവിടെ ഇട്ട് കത്തിക്കും. സത്യമായിട്ട് റോബർട്ട് ഇവിടെ വന്നിട്ടില്ല. അവനെ എന്റെ കയ്യിൽ കിട്ടുന്ന ദിവസം അവന്റെ തല ഞാൻ ചവിട്ടി അരയ്ക്കും. ഒന്നീടെ മോൻ. ഗോഡ് ഫാദർ? സാറോ? വേറെ വഴിയില്ലായിരുന്നു. ജീവിതത്തിൽ എല്ലാറ്റിലും വലുതായി ഞാൻ യൂണിഫോമത്തെ കണ്ടു. പക്ഷെ നഷ്ടബോധം മാത്രം ബാക്കിയായി. എല്ലാവരും തകർത്തെറിഞ്ഞു. പടച്ചും പോലെ അവർക്ക് കൂട്ടാ. മരിക്കും മുമ്പ് തിരിച്ചടിക്കണമെന്നുണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാമഭദ്രൻ തന്നെ കരുവാക്കുന്നു എന്ന് തോന്നരുത്. ഇല്ല സാർ, എനിക്കല്ലേ അവനോട് അതിലും കൂടുതൽ കണക്കുകൾ തീർക്കാനുള്ളത്. ആളും അർത്ഥവും ആരോഗ്യമുള്ള ക്രിമിനലാണ് ഇക്രാം. എപ്പോഴും അവൻ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടുന്നു. കൂടുതൽ കാലം അവന് രക്ഷപ്പെടാനാവില്ല. ഞാൻ അവൻ അടുത്തിട്ട് കഴിഞ്ഞു. സൂക്ഷിക്കണം. അവന്റെ ആൾക്കാർ എന്റെ പുറകെയുണ്ട്. എന്നെ കാണാൻ നീ ഇവിടെ വരുമെന്ന് അവൻ ഉറപ്പാ. പൊയ്ക്കോളൂ, അതേസമയം നിൽക്കണ്ട. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും, ജീവിക്കാനും മരിക്കാനും. സാർ, പൊയ്ക്കോ. എന്താ?
എന്തായാലും അത്യാവശ്യത്തെ കാണണമെന്ന് പറഞ്ഞു. സാർ അത് എന്താ പ്രശ്നം? ഗോഡ് ഫാദർ, അസ്സലാമലൈക്കും. ആരാണാ? വിശ്വസ്തൻ ചതിച്ചതുകൊണ്ടാണോ ഗോഡ് ഫാദറിന്റെ മുഖത്ത് ഒരു നേരിയ പരിഭ്രമം? You bloody rascal, എന്റെ ജീവിതം തകർത്തെറിഞ്ഞവന്. വിളിക്ക് ജയിലിൽ നിന്ന് നീ തുറന്നു വിട്ട നിന്റെ വാലാട്ടി പട്ടികളെ. തന്തയ്ക്ക് പിറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഈക്രാം മുഹമ്മദ് വായിയുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പറ. എന്റെ മക്കള് തന്തയ്ക്ക് പറഞ്ഞവരാ. അവര് വരും എന്നെ രക്ഷിക്കാനല്ല, ഈ നാടിനെ രക്ഷിക്കാൻ. നിന്റെ കയ്യിൽ നിന്ന്. വരട്ടെ വരട്ടെ വരട്ടെ. ഒരു ജയിലൈരിയെ രക്ഷിക്കാൻ കഴിയാതെ പാത്തും പതുങ്ങിയും കഴിയുന്ന പീറകളാണോ ഈ നാടിനെ രക്ഷിക്കാൻ പോകുന്നത്? അവനെയൊക്കെ വെട്ടി നുറുക്കി ഞാൻ കടലിൽ. നടക്കില്ലടാ. മയ്യത്തായ നിന്റെ വാപ്പ ഖബർ വിളിച്ചു വന്നാലും ഇനി ഞാൻ എന്ത് ചെയ്യണം? റോബർട്ട് തന്നെ പറയൂ. അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധത്തിൽ നിന്നും എത്രയോ വലിയ ദുരന്തത്തിലേക്കാണ് റോബർട്ട് പോകുന്നതെന്ന് അറിയാമോ? എല്ലാം നേരെയാവും. നീ സമാധാനിക്ക്. മനസ്സിൽ പോലും കളങ്കമില്ലാത്ത നമ്മുടെ ജീവിതം കാരണങ്ങളൊന്നുമില്ലാതെ കശക്കി എറിഞ്ഞവനായി ഇക്രാം. എപ്പോഴെങ്കിലും കണക്ക് തീർക്കാൻ അവസരം വരും. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനിടയിൽ എന്നെ മറക്കൂ. എനിക്ക് ഈ ലോകത്തെ തന്നെ ഇപ്പൊ പേടിയാ. അതുകൊണ്ടാ ഞാൻ റോബർട്ടിനെ കാണാൻ പോലും ജയിലിൽ വരാഞ്ഞത്. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്നൊരു തോന്നൽ. ഒന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിരിക്കും. നിന്റെ ഓർമ്മകളാണ് എന്റെ ഏക ആശ്വാസം. അതിനിടയിൽ നീ ഇങ്ങനെ തുടങ്ങിയാൽ ഒരു മിനിറ്റ്. നീ വേഗം പോയിക്കോട്ടെ. എന്താ എന്താ? ഒന്നുമില്ല, നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ. റഷീദ് ഖാനെ കൊന്നത് ഇക്രാം. കൊള്ളാം. അതാണ് സർ വാസ്തവം. റഷീദ് ഖാനെ കൊന്നത് ജയിലിൽ ചാടിയവരല്ല. റഷീദ് ഖാനെ ആരും കൊന്നതല്ല, അതൊരു ആത്മഹത്യ. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ പത്രപ്രവർത്തനത്തിൽ പിള്ളേരാ. ഈ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാലേ അതൊരു വ്യവസായമാ. കോടികൾ മുടക്കിയാണ് നടത്തുന്നത്. ഈ സ്റ്റോറി കൊടുക്കണം സർ, പ്ലീസ്. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇല്ല മിസ് നീന ജോർജ്, എന്ത് സംഭവിച്ചാലും മദർലാൻഡ് പത്രത്തിൽ ഈ വാർത്ത പ്രസിദ്ധീകരിക്കില്ല. നിനക്ക് പോകാം. എന്ത് പറ്റി? കൊട്ട് കിട്ടിയോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. പിന്നെ ലാസ്റ്റ് എഡിഷൻ അടിക്കുന്നതിന് മുമ്പ് ഇന്റൻസീവ് കെയറിൽ കിടക്കുന്ന ആ മേനോന്റെ കാര്യം ഒന്ന് വിളിച്ചു ചോദിക്കണം. ശരി സർ. ആ ശബ്ദിക്കരുത്. എങ്ങോട്ട് പോകണം? ഹലോ, മദർലാൻഡ് അല്ലേ? പ്ലീസ് ഹോൾഡ്. ഇക്രാം ഭായ് എന്നെ കൊന്നുകളയും.
പറഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. ഇപ്പോ ഇവിടെ വെച്ച് പറയാം. ഞാൻ ബാലേന്ദ്രൻ. ലീനയുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തോളൂ. അതെ, നാളത്തെ പത്രത്തിൽ തന്നെ വരണം. ഇൻ ഓൾ എഡിഷൻസ്. well done. Goodbye. റഷീദ് ഖാനെ കൊണ്ട് റെയിൽപാളത്തിൽ തള്ളി. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തിൽ ഇക്രാം കൊലപാതകങ്ങൾ തുടരുന്നു. ജീവനോടെ തിരിച്ചയക്കണോ? എച്ചിൽ കൂനിൽ ആരെങ്കിലും വെടിവെക്കൂ. ഇക്രാം ഭായ്, അവരെ നമ്മളെ ചതിച്ചു. ആ രാമഭദ്രൻ എന്നെ തോക്കയുകൊണ്ട് ചെയ്യിച്ച പണിയാ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇക്രാം ഭായ്, എനിക്ക് മാപ്പ് തരണം. ഇങ്ങനെ നോക്കരുത് ഇക്രാം ഭായ്, എനിക്ക് പേടിയാകും. എന്നോട് എന്തെങ്കിലും പറയേ. കഴിഞ്ഞ 22 വർഷമായി എന്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ എന്റെ ജീവനെ പിടിച്ച് ചെയ്തു പോയതാ. എനിക്ക് മാപ്പ് തരണം. എന്നോട് ദയ കാട്ടണം. സില്ലി ബോയ്, നീ എന്താ ഇങ്ങനെ പേടിക്കുന്നത്? ഇതൊരു നിസ്സാര കാര്യമല്ലേ. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താ, നിനക്ക് വിശ്വാസമായില്ലേ? നിനക്കറിയാതെ പറ്റിയൊരു കയ്യബദ്ധമല്ലേ? എനിക്കറിയാം. സാരമില്ല, ചിരിക്ക. ചിരിക്ക. ഏയ്, അങ്ങനെയല്ല, നന്നായി ചിരിക്ക. ആ, മെടുക്കൻ. ഇപ്പോൾ നിനക്ക് പറ്റിയതൊരു കയ്യബദ്ധം. 22 വർഷത്തെ നമ്മുടെ ബന്ധത്തിൽ പറ്റിയ ആദ്യത്തെ അനുഭവം അല്ലേ? ഇനിയും അങ്ങനെ സംഭവിച്ചാലോ? അത് രണ്ടാമത് പറ്റിയ കയ്യബദ്ധമാവില്ലേ? ഇക്രാമിന് ശത്രുക്കൾ ഉണ്ടാകുന്ന ഇഷ്ടമാ. പക്ഷെ മിത്രങ്ങൾ ശത്രുക്കളാകുന്നത് തീരെ ഇഷ്ടമാണ്. ഇക്രാമിന്റെ ജീവിതത്തിൽ ഇതിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല. സോറി മാൻ. എടുത്ത് CM-ന്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയിട്ടേക്ക്. എന്നോട് ഇപ്പോഴും വെറുപ്പാണോ? വല്ലാത്തൊരു അപരാധബോധം എനിക്ക് തോന്നുന്നു. എല്ലാം രാമഭദ്രനോട് പറയണം. രക്ഷപ്പെടാൻ ഒരു അവസാന ശ്രമം കൂടി നടത്തിക്കൂടെ? രക്ഷപ്പെടാൻ ഒരു അവസാന ശ്രമം പോലും. കുറ്റപ്പെടുത്തിയും ക്രൂരത കാട്ടിയും എന്റെ ജീവിതം നശിപ്പിച്ച ശേഷം പ്രേമനൊമ്പരം കൊള്ളുന്ന ഒരു സിനിമാറ്റിക് നായിക വേഷം എന്റെ അടുത്ത് കേട്ടണ്ട. എന്റെ വിധി എനിക്ക് മാത്രമായി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. നിനക്ക് പോകാം. നിൽക്കൂ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. പലരുടെയും പകയുള്ള മനസ്സിലെ ഒരു കരു മാത്രമേ നീയെന്ന് എനിക്കറിയാം. കേൾക്കുള്ളൂ, ഇനി വരരുത്. റബ്ബറിന് താങ്ങുവില നിശ്ചയിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ RS വർമ്മ ഇന്ന് കോട്ടയത്ത് പ്രസ്താവിച്ചു. സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടി നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രാമഭദ്രൻ, തോമ, ബ്രിട്ടോ, റോബർട്ട് എന്നീ 4 പ്രതികളെ കണ്ടാലുടൻ വെടിവെച്ച് കൊല്ലാൻ ജില്ലാ കളക്ടർ ശ്രീമതി മാലതി മൂർത്തി ഇന്ന് ഉത്തരവിട്ടു. തടവ് ചാടിയവർ കൊലപാതകങ്ങൾ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ട്രാൻസ്പോർട്ട് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുവാൻ ഈശോയെ കണ്ടാലുടൻ വെടിവെക്കുന്നു. ഇതെവിടുത്തെ ന്യായ? ഒരു തെറ്റും ചെയ്യാതെ കുറ്റബോധമുള്ളവർക്ക് പോയി കീഴടങ്ങാം. ഇവിടെ ഇരുന്ന് മോങ്ങരുത്. ഭദ്രായിട്ടൊന്നും മിണ്ടാതിരിക്കണേ.
എന്റെ ദൈവമേ, എവിടുന്ന് ഇത്രയ്ക്കും? അയ്യോ, ഇവിടെ തല്ലരുത്, ഞാൻ നിങ്ങൾ വിളിക്കോടത്തി വരാം. വന്ന കഴിവറ മോനെ, കുറെ നാളായി നീ വിലസൊന്നും കാണാനില്ല. നിന്റെ മറ്റവിടെ ചന്തിക്കൊന്ന് തട്ടിയപ്പോ എന്തായിരുന്നു നിന്റെ ഒരു ശൗര്യം? നിന്നെ അന്നേ ഞാൻ നോക്കി വെച്ചിരുന്നതാ. എന്റെ പെണ്ണിനെ തൊട്ട ഈ കൈ അന്ന് വെട്ടിയെടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഇങ്ങനെ നിഗളിക്കില്ലായിരുന്നു. എരപ്പാളി ഒത്തി അരിഞ്ഞളെ ഞാൻ. അവനെ ചവിട്ടരുത് സാർ, അവൻ ചത്തുപോകും. സാറ് തമാശ കളിക്കരുത് പ്ലീസ്. സാറെന്നെ അടിക്കരുത്. എന്നെ അടിച്ച ദൈവത്തിന് അടിക്കരുത് തുല്യ. ഞാനും ദൈവം തമ്മിൽ അത്രയ്ക്ക് റിലേഷൻഷിപ്പാ. സാറേ, എനിക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളതാ. അല്ല, ഞാൻ അടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അടിച്ചത് എന്തുവാ പട്ടി? അടിച്ചടി കൊള്ളൂ, അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാനാ? ഞങ്ങളുടെ കർത്താവ് കൊണ്ട് കുരിശേ തൂങ്ങിയപ്പോ രണ്ടവന്മാർ അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇവന്മാരെ കൂടെ കൊണ്ടു കിടക്കുന്നത്. ഏതായാലും ഇനി എല്ലാ അമ്മമാർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് തൂങ്ങാം. കഴിവേറി എന്റെ അമ്മയുടെ ഒരു പ്രതികാരം. 6 കൊല്ലം നിന്നെ സല്യൂട്ട് ചെയ്ത കൈകൊണ്ട് ഞാൻ തിരിച്ചടിച്ചനെ. ഈ ലോകപ്പിന് പുറത്തായിരുന്നെങ്കിൽ കാക്കിക്കുപ്പായിട്ട് നെറുകെട്ടവന്റെ ചെരുപ്പ് നിൽക്കുന്ന നിനക്ക് ആണിന്റെ കരുത്ത് ഞാൻ കാണിച്ചെന്നെ. മിസ്റ്റർ ജോർജ് വർഗീസ്, ഇവന്മാരെ എനിക്ക് വേണം. ഇനി ഒരു നിമിഷം പോലും ജീവനോടെ ഇരിക്കാൻ ഇവരെ അനുവദിച്ചുകൂടാ. കൊല്ലണം, ഇവന്മാരെ കൊല്ലണം. എന്റെ കൈ കൊണ്ട് തന്നെ അത് ചെയ്യണം. ഇറക്കിവിട്. പ്ലീസ് ഇക്രാം ഭായി, ഒരു ദിവസം കൂടി ക്ഷമിക്കേ. ഇവന്മാരെ പിടിച്ചെന്ന് കേട്ടപ്പോ മുഖ്യമന്ത്രി ആദ്യം ഓഫർ ചെയ്തത് അതിവിശിഷ്ട സേവാമടലാണ്. ഇവന്റെ പേരിൽ നാളെ എനിക്കത് വാങ്ങണം. പ്ലീസ് വന്നേ. ഇനി ഒരിക്കൽ കൂടി ഇവന്മാർ രക്ഷപ്പെട്ടാൽ പിന്നെ താൻ ജീവിച്ചിരിക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ പേരിൽ കീർത്തിമുദ്ര നിന്റെ നെഞ്ചു തൂങ്ങാൻ ഞാൻ അനുവദിക്കില്ല. അഥവാ അങ്ങ് സംഭവിച്ചാൽ അതെന്റെ ശവത്തെ ചവിട്ടുന്നോടെ നീ വാങ്ങും. ആപ്പീസി വന്ന് കാണടോ. പിന്നെ നാളെ രാവിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം. സാധാരണ പോകുന്ന വഴി കൂടെ പോകണ്ട, ബൈപ്പാസ് വഴി പോയാൽ മതി. എല്ലാം പരമരഹസ്യമായിരിക്കണം. പിന്നെ സെക്യൂരിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. സർ, പോലീസ് ഗ്രൗണ്ട് വഴി പോയാൽ റിസ്ക് കുറവായിരിക്കും. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ കാണില്ല. എല്ലാറ്റിലും തന്റെ കണ്ണു വേണം. അവന്റെ പേരിൽ മുഖ്യമന്ത്രി എനിക്ക് മെഡല് വാങ്ങണം.
अच्छा हिंदुस्तान हमारा हमारा सारे जहां से अच्छा ये हिंदुस्तान हमारा हमारा सारे जहां से अच्छा हिंदुस्तान हमारा हमारा सारे जहां से अच्छा രാമേട്ട നീ രക്ഷപ്പെട്ടോ രാമേട്ട തനിച്ചു പോണ്ട
ഞാനും കൂടി. വേണ്ട, നിന്നെ കാത്ത് ഡയാനുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു നല്ല ജീവിതവും. ഇത് ക്ലോസ് ചെയ്യാൻ ഒരു ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്. വേഗം പിടിക്കോ. 2 നൂറ്റാണ്ട് നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് നാം അന്ത്യം കുറിച്ച ദിവസമാണെന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരതിരവും പ്രാപിച്ച നിരവധി ദേശാഭിമാനികളെ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. രാജ്യത്തിന് നേരെ തീവ്രവാദികളും കൊള്ളക്കാരും ഭീഷണി ഉയർത്തുമ്പോൾ അവരോട് ശ്രദ്ധയില്ലാത്ത സമരം ചെയ്ത് രക്തസാക്ഷികളുള്ള ആദരവ് മേൽക്കുമേൽ നിലനിർത്തുമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ജയ് ഹിന്ദ്. അടുത്തതായി അതിവിശിഷ്ട സേവാ മെഡൽ പോലീസ് ഓഫീസർമാർക്ക് സമ്മാനിക്കുന്നതാണ്. കടലുണ്ടി ഖാദർ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുമ്പോൾ ജയിൽ ചാടിയ രാമഭദ്രനെയും അയാളുടെ കൂട്ടാളികളായ തോമ, റോബർട്ട് എന്നിവരെ പിടികൂടാൻ അസാമാന്യ ധൈര്യം കാട്ടിയ സത്യസന്ധനും ദേശസ്നേഹിയുമായ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ അച്ചാരുപറമ്പിൽ ജോർജ് വർഗീസിന് അതിവിശിഷ്ട സേവാ മെഡൽ സമ്മാനിക്കുന്നു. Oh